നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓണത്തിന് ഇത്തവണ കൂടുതൽ അരി. വെള്ളക്കാർഡിന് 10 കിലോ. ഓണം പ്രമാണിച്ച് പൊതുവിഭാഗം കാർഡുടമകൾക്ക് കൂടുതൽ റേഷനരി നൽകും. വെള്ളക്കാർഡിന് സെപ്റ്റംബറിൽ 10 കിലോ അരി കിട്ടും. 10.90 രൂപയാണ് നിരക്ക്. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും സാധാരണ റേഷൻ വീതമായി കിട്ടുന്ന 2 കിലോ അരിക്ക് പുറമെ കാർഡ് ഒന്നിന് 10 കിലോ അധിക വിഹിതം നൽകും. സാധാരണ വിഹിതം 4 രൂപ നിരക്കിലും അധിക വിഹിതം 10.90 നിരക്കിലുമാണ് നൽകുക. മറ്റു വിഭാഗങ്ങളുടെ വിഹിതത്തിൽ മാറ്റമില്ല. നീലക്കാർഡുകാരുടെ സാധാരണ വിഹിതത്തിനൊഴികെ ഇക്കുറി കോമ്പിനേഷൻ ബില്ലിംഗ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ കാർഡുടമകൾക്ക് ഇഷ്ടമുള്ള ഇനം അരി കിട്ടും. ഓഗസ്റ്റിലെ റേഷൻ വിതരണം ശനിയാഴ്ച അവസാനിച്ചു. വാതിൽപ്പടി വിതരണ കരാറുകാരുടെ നിസ്സഹകരണം മൂലം ചില താലൂക്കുകളിൽ അരി വൈകിയാണ് എത്തിയത്. അതിനാൽ വിതരണ തീയതി നീട്ടണമെന്ന ആവശ്യമുയർന്നെങ്കിലും പരിഗണിച്ചില്ല. സെപ്റ്റംബറിലെ വിതരണം ചൊവ്വാഴ്ച തുടങ്ങും. ഭീഷണിയുണ്ടെന്ന് കാണിച്ച് തോക്ക് ലൈസൻസിനായി അപേക്ഷ നൽകി PV അൻവർ. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് തോക്ക് ലൈസൻസിനായി അപേക്ഷ നൽകി PV അൻവർ MLA. മലപ്പുറം കലക്ടറേറ്റിലെത്തിയാണ് അപേക്ഷ നൽകിയത്. നാളെ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നും വെളിപ്പെടുത്തലുകൾ തൽക്കാലം നിർത്തുന്നുവെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ADGPക്കെതിരെ ഇന്നും ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉയർത്തിയത്. അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് തോക്കിന് അപേക്ഷിച്ചതെന്നും അൻവർ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാനില്ല. വിറ്റതായി സംശയം. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാതായി. പള്ളിപ്പുറം സ്വദേശിയായ യുവതി പ്രസവിച്ച കുട്ടിയാണ് കാണാതായത്. കുഞ്ഞിനെ മറ്റൊരാൾക്ക് നൽകിയതായി യുവതി പറയുന്നു. ചേർത്തല സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് ശേഷം ശനിയാഴ്ച അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് മടങ്ങിയതാണ്. തുടർന്ന് അമ്മയും കുഞ്ഞിനെയും കാണാതായി. ആശാവർക്കർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു കുട്ടി വീട്ടിലെന്ന കാര്യം അറിയുന്നത്. യുവതിയോടും ഭർത്താവിന്റെ വീട്ടുകാരോടും ആശാപ്രവർത്തകർ അന്വേഷിച്ചെങ്കിലും മക്കളില്ലാത്ത തൃപ്പൂണിത്തറയിലെ ദമ്പതിമാർക്ക് കൊടുത്തുവെന്ന മറുപടിയാണ് യുവതി നൽകിയത്. തുടർന്ന് ആശാവർക്കർ സംഭവം പോലീസിൽ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. അധികാര പദവിയും വേണ്ട. കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്നും KT ജലീൽ. ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ലെന്ന് KT ജലീൽ MLA. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു MLAയുടെ പ്രഖ്യാപനം. ഒരധികാര പദവിയും വേണ്ടെന്നും അവസാന ശ്വാസം വരെ CPM സഹയാത്രികനായി തുടരുമെന്നും ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചു. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനായി ഒരു പോർട്ടൽ തുടങ്ങുമെന്നും കൂട്ടിച്ചേർത്തു. വിശദവിവരങ്ങൾ ഒക്ടോബർ 2 പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലുണ്ടാവും. CPM നൽകിയ പിന്തുണയും അധികാരവും മരിച്ചാലും മറക്കില്ലെന്നും KT ജലീൽ വ്യക്തമാക്കി. കൈക്കൂലി വാങ്ങുന്നതിനിടെ വയനാട്ടിൽ വില്ലേജ് ഓഫീസർ പിടിയിൽ. വയനാട്ടിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിലായി. വൈത്തിരി താലൂക്കിലെ കുപ്പാടിത്തറ വില്ലേജ് ഓഫീസറെയാണ് വിജിലൻസ് പിടികൂടിയത്. കൊല്ലം സ്വദേശി അഹമ്മദ് നിസാറാണ് പിടിയിലായത്. മുണ്ടക്കുറ്റി സ്വദേശി ഉസ്മാന്റെ കയ്യിൽ നിന്ന് 4500 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. ഇതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. ആധാരത്തിലെ സർവേ നമ്പർ തിരുത്തുന്നതിന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിരുന്നു. ഇത് അനുവദിക്കാനാണ് കുപ്പാടിത്തറ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലി ആവശ്യപ്പെട്ട കാര്യം പരാതിക്കാരൻ വിജിലൻസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിജിലൻസ് സംഘം നൽകിയ നോട്ടുകൾ സഹിതം പരാതിക്കാരൻ വില്ലേജ് ഓഫീസിലെത്തി. പണം കൈപ്പറ്റുന്നതിനിടയിൽ വിജിലൻസ് സംഘം ഉദ്യോഗസ്ഥനെ കൈയോടെ പിടികൂടുകയായിരുന്നു.